നമസ്കാരം. ഞാൻ ശ്യാം എസ് സുന്ദർ ഫ്രം ദുബായ്. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചാനലിൻ്റെ പേര് കോസ്മിക് സയൻ എന്നാണ്. കോസ്മിക് സയൻ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനലിൻ്റെ കണ്ടൻറ്റായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാരാസൈക്കോളജി എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയായിരിക്കും. അതീന്ദ്രിയ മനഃശാസ്ത്രം, പാരാസൈക്കോളജി, ഹിപ്നോട്ടിസം, ന്യൂമറോളജി, അസ്ട്രോളജിയുടെ ചില പോസിറ്റീവായിട്ടുള്ള സൈഡുകൾ, പാമിസ്ട്രി, പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ മെൻ്റലിസം, ഈ വിഷയങ്ങളൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ടും ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ കൂടാതെ ആണെങ്കിൽ കോമഡി, ആക്ടിങ്, പാട്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അത് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് രീതിയിൽ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഇതുവരെ പാരാസൈക്കോളജിയുടെയും ഹിപ്നോട്ടിസിൻ്റെയും ന്യൂമറോളജിയുടെയും അതുപോലെ തന്നെ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്, ഞാൻ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് ട്രെയിനറും കൂടാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു മെറ്റീരിയൽസ് സയൻസിൻ്റെ പാട്ടുകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിലും ഒക്കെ എന്നോട് ചോദിക്കാവുന്നതാണ്. ഞാൻ വീഡിയോ ചെയ്ത് കഴിയുമ്പം ആ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ്. അധികം താമസിക്കാതെ തന്നെ ഓരോ സബ്ജക്റ്റിനെ കുറിച്ചുള്ള വീഡിയോസും ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പാരാസൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏതൊക്കെ തലത്തിൽ നമുക്ക് അതിനെ പ്രയോജനപ്പെടുത്താം, അത് എന്തൊക്കെ ആവശ്യത്തിന് പാരാസൈക്കോളജി നമുക്ക് ഉപയോഗിക്കാം എന്നത്, ഒരു മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റ്സിന് ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കാമെന്നത് അതിൽ പറയുന്നുണ്ട്. കൂടാതെ ന്യൂമറോളജി, സംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ നമ്പേഴ്സ്, നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എത്രമാത്രം ഇൻഫ്ലുവൻസ്, സ്വാധീനം ചെലുത്തുന്നു എന്നതും എൻ്റെ ചാനലിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ശരിക്കും ന്യൂമറോളജി പ്രകാരം പറയുന്നത് ഒരു വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ പേരുമായിട്ട് മാച്ചിങ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ജീവിതത്തിലെ അവർ പ്രതീക്ഷിക്കുന്ന ലെവലിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത്. അത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്തിൽ. ഒരു പേരുമായിട്ട് മാത്രമല്ല, അത് ഒരുപാട് കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്താണ് ന്യൂമറോളജി കിടക്കുന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ആ സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ച് ആൾക്കാരെ റിക്കവർ ചെയ്യുവാനും പോസിറ്റീവായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് അവരെ മെൻ്റലി സ്ട്രോങ് ആക്കാനും അവരെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാനും ഉള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിപ്നോട്ടിസം അറിയായിരിക്കും. ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് മെത്തേഡ്സ്. അതുപോലെ തന്നെ ആണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലോ ഓഫ് അട്രാക്ഷൻ്റെ മറ്റൊരു മെത്തേഡാണ് ശരിക്കും പറഞ്ഞാൽ ഹിപ്നോട്ടിസത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അത് ഞാൻ ആ വിഷയം സംസാരിക്കുമ്പോൾ ഞാൻ തമ്മിലുള്ള ഡിഫറൻസൊക്കെ പറയുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ അസ്ട്രോളജിയുടെ ചില പോസിറ്റീവായിട്ടുള്ള സൈഡുകളായിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ പിന്നെ അസ്ട്രോളജി നിങ്ങൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഡെയിലി ഓരോരുത്തർ വന്ന് അസ്ട്രോളജി പറയുക. ഒരു ജ്യോത്സ്യം പറയുന്നതിൽ വേറെ ഒരുത്തം പറയുന്നത്, വേറെ ഒരാൾ പറയുന്നതിൽ വേറെ ഒരാൾ പറയുന്നത്. അവർ പരസ്പരം യാതൊരു ബന്ധവും ഇല്ലാത്ത എന്ന് വെച്ചാലാണെങ്കിൽ ശരിക്കും പറയുക ഒരു ISO സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാതെ ചുമ്മാതെ ജ്യോത്സ്യന്മാരിലാണെങ്കിൽ ഒരാൾ പറയും ഒരു രീതിയിൽ, വേറെ ഒരാൾ കൊണ്ട് പറയുമ്പോൾ അങ്ങനല്ല ഇങ്ങനെ, അവരുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിയാണ് ജ്യോത്സ്യം. അങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെയാണ് ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നതാണെങ്കിൽ ഒരു ഗ്ലോബൽ ബേസിലാണെങ്കിൽ അംഗീകാരം കിട്ടാത്തത്. ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന പോലെ അങ്ങ് പറയും. ഇതിനൊരു യൂണിക്കായിട്ടുള്ളതാണെങ്കിൽ ഒരു ഐഡിയാസ് ഇല്ല. മനസ്സിലായോ? അപ്പോൾ അതിനകത്തിലെ ചില കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കുമ്പം പൊതുവെ ഒരുപോലെ ആയിരിക്കും. അതിനെ ബേസ് ചെയ്തുള്ള ചില കാര്യങ്ങളൊക്കെ ജ്യോത്സ്യപരമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്തും ഞാൻ എൻ്റെ ചാനലിനകത്ത് പറയുന്നതായിരിക്കും. മനസ്സിലായോ? പിന്നെ വേറെ പറയാനുള്ളത് അപ്പം അസ്ട്രോളജി, പിന്നെ പാമിസ്ട്രി. ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂമറോളജിയെയും പാമിസ്ട്രി പിന്നെ അസ്ട്രോളജിയൊക്കെ കാര്യം ബെറ്ററായിട്ടുള്ള ശാസ്ത്രം ഹസ്തരേഖാശാസ്ത്രം അല്ലെങ്കിൽ പാമിസ്ട്രിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ന്യൂമറോളജി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുക്കൽ പോയിട്ട് പറയുന്ന ആ ഡേറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ആ ന്യൂമറോളജിസ്റ്റ് നമ്മൾ പറയുന്ന കാര്യങ്ങളും തെറ്റായി പോകും. പറഞ്ഞു മനസ്സിലായോ? നമ്മൾ ഒരു ന്യൂമറോളജിസ്റ്റിനൊക്കെ പോയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആ ഡേറ്റ് കറക്റ്റ് അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് തരുന്ന റിസൾട്ട് അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന ആ മറുപടി എല്ലാം തെറ്റായിരിക്കും. അതുപോലെ തന്നെ ആണെങ്കിൽ ഒരു ജ്യോത്സ്യനൊക്കെ പോകുമ്പോഴത്തേനാണെങ്കിൽ നമ്മൾ ആ ജ്യോത്സ്യനോട് പറഞ്ഞു കൊടുക്കുന്ന നമ്മളെ ജനന തീയതിയും ആ സമയമുണ്ട്. ആ സമയത്തിലാണ് പ്രാധാന്യം. അതിന് ജ്യോത്സ്യത്തിൽ ലഗ്നം എന്ന് പറയും. ആ ടൈമിലാണ് പ്രാധാന്യം ഇരിക്കുന്നത്. അല്ലാതെ ജനിക്കുന്ന നാളിലോ നിങ്ങൾ ജനിക്കുന്ന തീയതിയിലല്ല ജ്യോത്സ്യപ്രകാരം ഇരിക്കുന്നത്. നിങ്ങൾ ജനിക്കുന്ന നാളിന് അതീതമായിട്ട് നിങ്ങൾ ജനിക്കുന്ന ആ സമയത്തിലാണ് കാര്യം ഇരിക്കുന്നത്. ആ ലഗ്നം, അതിനെ ലഗ്നം എന്ന് പറയും.
അപ്പം അതിൻ്റെ ബേസിലാണ് ജ്യോത്സ്യം നിലനിൽക്കുന്നത്. അപ്പം ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പം ഹിന്ദുമതപ്രകാരമുള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കറക്റ്റായിട്ടുള്ള നാളും അല്ലെങ്കിൽ അവർക്ക് ജനന തീയതിയും ടൈമും ഒക്കെ അറിയായിരിക്കും. മറ്റൊരു മതവിശ്വാസിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജനന തീയതി അറിയായിരിക്കും, ദിവസം അറിയായിരിക്കും, പക്ഷേ അവർക്ക് എക്സാക്റ്റ് ടൈമൊന്നും അറിയത്തില്ലായിരിക്കും. രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് അങ്ങനെയൊക്കെ അവർ പറയത്തുള്ളൂ. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള മറ്റ് മതവിശ്വാസത്തിലുള്ള ആൾക്കാർ എൻ്റെ അടുക്കൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർ പറയും, അയ്യോ സാറാണെങ്കിൽ എക്സാക്റ്റ് ടൈം അറിയത്തില്ല, ഞങ്ങൾ ഇന്ന ദിവസം ഉച്ചയ്ക്കോ രാവിലെയോ മറ്റോ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെ അവർ സംസാരിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പം ആസ്ട്രോളജിയുടെ ആധികാരികത എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ വയ്യാതെ, അതായത് നമ്മൾ ജനിച്ച സമയം കൃത്യമായിട്ട് അറിയാത്തില്ലെങ്കിൽ അസ്ട്രോളജിയുടെ ആധികാരികത അവിടെ പോയി. കാരണം നമുക്ക് ജ്യോത്സ്യം പിന്നെ പറയുന്നതാണെങ്കിൽ മൊത്തം തെറ്റായിരിക്കും, അല്ല ജ്യോത്സ്യൻ്റെ കുഴപ്പമായിരിക്കത്തില്ലത്. അതുപോലെ ന്യൂമറോളജി എന്ന് വെച്ചാൽ ജനിച്ച തീയതി കറക്റ്റ് അല്ലെങ്കിൽ ന്യൂമറോളജിയുടെ ആ ഒരു ഇതും അവിടെ പോയി. ഹസ്തരേഖാശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അതിനാണെങ്കിൽ ജാതിമത ഭേദമന്യേ കയ്യിലെ ചില രേഖകൾക്കാണെങ്കിൽ അതിന് ആചാര്യന്മാരാണെങ്കിൽ ഇന്ന ഹസ്തരേഖയിൽ ഇന്ന ലൈൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ന ആണ് അതിൻ്റെ റിസൾട്ട് എന്നാണെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? നമ്മൾ മാത്തമാറ്റിക്സിലെ ഓരോ ഇക്വേഷൻസ് ആണെങ്കിൽ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഇത് അവർ പ്രൂവ് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ട്. ഇന്ന ലൈൻസ് വന്നാൽ ഇന്നതായതിൻ്റെ ഫലം, ഇന്ന ലൈൻസ് വന്ന് മാഞ്ഞു പോയി കഴിഞ്ഞാൽ ഇന്നതായതിൻ്റെ ഫലം, ഇന്ന ലൈൻസിൻ്റെ മണ്ടക്കൂടാണെങ്കിൽ ക്രോസ് വന്നാൽ ഇന്നതാണ് ഫലം. ഇങ്ങനത്തെ ഇതൊക്കെ ആണെങ്കിൽ ഓൾറെഡി അവർ സ്റ്റഡി ചെയ്ത് പ്രൂവ് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണെങ്കിൽ അതിന് ഈ ഹസ്തരേഖയ്ക്കാണെങ്കിൽ പിന്നെ എന്താ പറയേണ്ടതാണെങ്കിൽ ഈ നാളും പേരും ജാതിയും കുലവും ഒന്നും അറിയേണ്ട കാര്യമില്ല. വളരെ ഈസിയായിട്ട് എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ ഞാനിത് എല്ലാ വിഷയങ്ങളും പഠിച്ചുകൊണ്ടാണ് ഇത്ര ആധികാരികമായിട്ട് സംസാരിക്കുന്നത്. അതല്ല, ഇനി ഈ വിഷയങ്ങളൊക്കെ പഠിച്ച ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് എന്നോട് വേണമെങ്കിൽ ഡിബേറ്റിന് വരാം. എന്താണെന്ന് വെച്ചാലാണെങ്കിൽ അവരോട് നേരിട്ട് സംസാരിക്കാനും ഞാൻ തയ്യാറാണ്. കാരണം ഞാനൊരു കാര്യം ഡീപ്പായി പഠിച്ചെങ്കിൽ മാത്രമേ ഞാൻ ആ വിഷയത്തിലേക്ക് എൻ്റർ ആകത്തുള്ളൂ, അല്ല ചുമ്മാതെ ഞാൻ എൻ്റർ ആകത്തില്ല. അപ്പോൾ ജ്യോത്സ്യത്തിൻ്റെ ഒരു അപര്യാപ്തത ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ ന്യൂമറോളജിയുടെ ഒരു അപര്യാപ്തത ഞാൻ പറഞ്ഞു. പിന്നെ ഹസ്തരേഖാശാസ്ത്രം എന്ന് പറയുന്നതാണെങ്കിൽ അതിനകത്ത് വലിയൊരു കുഴപ്പം വരാൻ ഉള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം പിന്നെ ഇത് ആചാര്യന്മാർ പ്രൂവ് ചെയ്ത് വെക്കുന്ന അതീതമായിട്ട് ഞാനൊരു അപ്രോക്സിമേറ്റ് ഒരു 5000 പരം ആൾക്കാരെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഇന്നേ നാഴിക വരെ ആണെങ്കിൽ ഒരു മനുഷ്യൻ പോലും പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. 99.99% ആൾക്കാർ ഞാൻ പറയുന്ന കാര്യം കറക്റ്റാണെന്ന് ഞാൻ പറഞ്ഞേക്കുന്നത്. അത് എന്നെ സന്തോഷിക്കാൻ വേണ്ടി എൻ്റെ മുന്നിൽ വെച്ചല്ല പറയുന്നത്. അവർ മാറിയിട്ട് അവർ പല ആൾക്കാരോടും അത് പിന്നെ എന്തെങ്കിലും ആക്സെപ്റ്റ് അത് പിന്നെ അംഗീകരിച്ചിട്ടാണെങ്കിൽ അത് ശരിയാണെന്ന് അവർ സമ്മതിക്കാറുമുണ്ട്. മനസ്സിലായോ? പിന്നെ മാന്ത്രിക താന്ത്രിക വിഷയങ്ങൾ, പാരാസൈക്കോളജി, അത് എന്ന് വെച്ചാണെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ തിങ്സിനെ ബേസ് ചെയ്താണ്. ഇൻറ്റേർണൽ തിങ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളാണെങ്കിൽ ഹിപ്നോട്ടിസം യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സ്റ്റേണലായിട്ടുള്ള ചില കണക്ഷൻസ് ഒക്കെ ഉണ്ട്, ചില പ്രതിബന്ധങ്ങളും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പാരാസൈക്കോളജി അല്ലെങ്കിൽ നമ്മൾ മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടക്കുന്നത്. മനസ്സിലായോ? അപ്പം പാരാസൈക്കോളജിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കും, ഹിപ്നോട്ടിസെക്കുറിച്ച് സംസാരിക്കും, അതുപോലെ തന്നെ അതിന് ന്യൂമറോളജി നമ്മൾ പറയും, പിന്നെ ഹസ്തരേഖാശാസ്ത്രം പറയും, അതുപോലെ പിന്നെ തന്നെ അസ്ട്രോളജിയുടെ പോസിറ്റീവായിട്ടുള്ള സൈഡുകൾ മാത്രം പറയും. ഞാൻ മൊത്തത്തിൽ പറയത്തില്ല, പോസിറ്റീവായിട്ടുള്ള സൈഡുകൾ പറയും. അപ്പോൾ ഇത്രയാണ്. പിന്നെ ആണെങ്കിൽ ഇമോഷൻ ഓഫ് ഫ്രീഡം ടെക്നിക്ക്, അത് ഹിപ്നോട്ടിസത്തിൻ്റെയും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫോമാണ് ഇമോഷൻ ഓഫ് ഫ്രീഡം ടെക്നിക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എല്ലാവരെയും പിടിച്ചാൽ ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റത്തില്ല. ഹിപ്നോട്ടിസം ചെയ്യുന്നതിന് ചില കാലങ്ങളും ചില സമയവും ചില പ്രത്യേക സാഹചര്യങ്ങളും ഒക്കെ വേണം. ചുമ്മാ അങ്ങോട്ട് പോയിട്ട് ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പക്ഷേ EFT എന്ന് ഇമോഷൻ ഓഫ് ഫ്രീഡം ടെക്നിക്ക് എന്ന് പറയുന്നതാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് വന്നിട്ട് ആളിഞ്ഞ് ഹിപ്നോട്ടിസം ചെയ്യുന്ന പോലെ അത്രയും ഒരു ജാഗ്രതയുടെ ആവശ്യമൊന്നുമില്ല. വളരെ ഈസിയാണ്. അതിനേക്കാളും കുറച്ചുകൂടെ ഹിപ്നോട്ടിസിൻ്റെ മറ്റൊരു മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം EFT എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ, അത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതും അതും പിന്നെ എല്ലാവർക്കും ഒന്നും വർക്കൗട്ട് ആകത്തില്ലത്. അത് വളരെ കോൺസെൻട്രേഷനും വളരെ പിന്നെ പോസിറ്റീവ് മെൻറ്റാലിറ്റി ഉള്ള വ്യക്തികളും അതുപോലെ തന്നെ ആണെങ്കിൽ വിഷ്വലൈസ് ചെയ്യാൻ കഴിവുള്ള വ്യക്തികൾക്കൊക്കെ ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്കാകത്തുള്ളൂ. കാരണം ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ ഹിപ്നോട്ടിസം ചെയ്യുമ്പോൾ തന്നെ വ്യക്തികളെ ആദ്യം സ്റ്റഡി ചെയ്യും. ഇവരാണെങ്കിൽ കെനസെറ്റിക് ആണോ, ഇവർ ഓഡിറ്ററി ആണോ, ഇവർ വിഷ്വൽ ആണോ, ആദ്യം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ശേഷമാണ് വ്യക്തിയെ ഹിപ്നോട്ടിസം ചെയ്യുന്നത് തന്നെ. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ, ഈ മിസ്റ്റീരിയസ് സയൻസ്, പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബോറിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയാണ് ഞാനാണെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ കോമഡിയോ ആക്ടിങ്ങോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു പാട്ടൊക്കെ പാടി അതിനകത്ത് ഇടുന്നത്. മനസ്സിലായോ? അപ്പം എല്ലാവരും കോസ്മിക് സൈൻ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ ദുബായിലാണ് താമസിക്കുന്നത്. ദുബായിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നതും ബിസിനസ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണെങ്കിൽ എന്തെങ്കിലും പിന്നെ ന്യൂമറോളജിക്കലി, അസ്ട്രോളജിക്കൽ, അല്ലെങ്കിൽ പിന്നെ പാരാസൈക്കോളജിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ ഹിപ്നോട്ടിസം, പിന്നെ ഇമോഷൻ ഫ്രീഡം ടെക്നിക്ക്, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെയുള്ള ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺസൾട്ടേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ ദുബായിലെ നമ്പർ എന്ന് പറയുന്നത് 05861267999. ഓക്കെ. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കും, സാറിന് ഓഫീസില്ലേ, സാറെന്താ ഓഫീസിൽ നിന്ന് ചെയ്യാത്തത്, ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നത്? എനിക്കിങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത് ഇഷ്ടം. എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഓഫീസുണ്ട്. എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് വേണമെങ്കിൽ എനിക്ക് ചെയ്യാം, അവിടെ സ്പേസ് ഉണ്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ആണെങ്കിൽ ഓഫീസാണെങ്കിൽ ഓഫീസിൽ നിന്ന് ചെയ്യാനായിട്ട് അവിടെ സ്പേസ് ഉണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്കെന്തോ ഒരു പൊതുവേ സന്തോഷമാണ്. പുറത്തൊക്കെ അല്പം കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ. എനിവേ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ആണെങ്കിൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ആസ് സൂൺ ആസ് പോസിബിൾ തന്നെ ആണെങ്കിൽ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു വെരി മച്ച്.